അതിരെ പുക വിടാ അതിര. എത്ര സീട്ട് വലിച്ച അതിര? ഇവളായിരിക്കും ഒഴിച്ചിരുന്നേ. പിന്നെ എനിക്കതല്ല പണി. ഇന്നലെ നീ അടിച്ച് പാമ്പായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ? കെട്ടിറങ്ങിയില്ലേ? അതല്ല, പെട്ടെന്ന് എന്താ പല പേരിട്ടില്ല. എന്തിനാ ഇത് ഓണാക്കി വെച്ചേക്കുന്നത്? എല്ലാരും കാണട്ടെ. ആരെ ലൈവാണോ? ലൈവാ മാതി പോ. ഞങ്ങളെല്ലാവരും കൂടെ ഡെക്കാത്ലോണിൽ പോവാണ്. കുറച്ച് വിൻ്റർവെയർസ് മേടിക്കാനുണ്ട്. പിന്നെ ഞങ്ങളിവിടെ നല്ല അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഒരു 2 hours ജേർണി ഉണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗ് ഇടുന്നത് തന്നെ. നല്ല തിരക്കായിരുന്നു, ഡ്യൂട്ടി ക്ലാസ്സൊക്കെ ആയിട്ട് പിന്നെ ആകെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഈ പ്ലേസൊക്കെ കാണുമ്പോൾ എനിക്ക് നാട്ടിലൂടെ പോകുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഏകദേശം നമ്മുടെ പാലക്കാട് റൂട്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്നിറങ്ങിയത് ഒരു പട്ടിക്കാട് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. ആരും ആൾക്കാരും ഇല്ല, ബഹളവും ഇല്ല, നിശബ്ദത, എങ്ങും നിശബ്ദത മാത്രം. സാധാരണ ബാനോപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കും ബഹളമൊക്കെ ഉള്ളതാണ്, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ട നെക്സ്റ്റ് ട്രെയിൻ നോക്കി വഴി തപ്പി കുറേ നടന്നു. ലാസ്റ്റാണ് മനസ്സിലായത് അത് അണ്ടർഗ്രൗണ്ട് ആണെന്ന്. അങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ലാസ്റ്റ് ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. യെസ്, ഫൈനലി അങ്ങനെ ഡെക്കാത്തലോണിൻ്റെ ലൊക്കേഷനിലെത്തി. ഇവിടെയും ആൾക്കാരും ബഹളമൊന്നുമില്ല, ആളൊഴിഞ്ഞൊരു പ്രദേശം. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. എന്താ തൊപ്പി മാറ്റണം, ഇവിടുന്ന് എടുക്കും. അതെടുക്കും, നിനക്ക് ചേരും. ക്ലാസ്സിന് മുമ്പ് ഇടാൻ പറ്റും. എടുക്കാതിരാ, നോക്കട്ടെ. വെക്ക്, ഞാൻ വെക്കാം, നീ വെക്ക്. ഞാൻ അവിടെ നിന്നെടുത്തൊരു വിൻ്റർ ഷൂ ആണിത്. അതിട്ട് നോക്കുമായിരുന്നു. നാട്ടിലത്തെ ഒരു 4800 രൂപ അടുപ്പിച്ച് വരും ഇതിന്. നാട്ടിലത്തെ പോലെയല്ല, ഇവിടുത്തെ ഡെക്കാത്തലോൺ അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്ന് എനിക്ക് തോന്നും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. €100 പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. ഞാൻ വലുതായിട്ടൊന്നും മേടിച്ചില്ല. ആകെ വിൻ്റർ ഷൂവും വിൻ്റർ പാൻറ്റും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. നീ എത്ര യൂറോയ്ക്ക് മേടിച്ചടി? €300. 1,00,000. എച്ചി അവിടെ ചെന്നാലും എച്ചിയാണ്. എനിക്ക് ആവശ്യം എന്തോന്ന്
ദേ കാക്ക കൊല്ലാം കാതർ എന്തോരം സാധനങ്ങളാണ്. എന്താ ഇവിടുന്ന് നേരെ ഞങ്ങളിനി പ്രിമാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ പോവാണ്. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കാറുണ്ട്. പിന്നെ അതിന് മുന്നായിട്ട് ഫുഡ് കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. മേളെ ഞാൻ വന്നമാരാണോ എങ്ങനെയുണ്ട്? അടി കിട്ടുന്ന പറഞ്ഞല്ലേ ദേശം അല്ല എന്നെ ഈ വീട് അടുത്തുള്ള പിന്നെ പോ എന്തോ ഇത് കയ്യിലെന്താ കയ്യിൽ നിന്റെ ലോകമായിട്ട് നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരും കേട്ടോ. പറ എന്തെങ്കിലും പറ. വേണ്ട കുറിച്ച് പറഞ്ഞാൽ മതി. ശരത്തിനെ കുറിച്ച് പറയാം. എന്താ കാണിക്കുന്നത്? എന്താണ് ഇത്? ഇത് എന്തുവാ ഞാൻ പിടിക്കില്ല. കണ്ടോറ സാധനം ഞാൻ പിടിക്കില്ല. വിൻ്ററായി വരുന്നതുകൊണ്ട് ഇപ്പം സമ്മർ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഇതൊക്കെ €3.50 ഒക്കെ ഉള്ളു ടീഷർട്സിനൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 2-3 ടീഷർട്ടൊക്കെ എടുത്തായിരുന്നു. ഞാൻ മണക്കുന്ന വീഡിയോയിലില്ല. ഇതെടുത്താലോ? ഈ 2 ക്യാരി ബാഗും എൻ്റെ അവൻ്റെയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് ഇടാനും പിന്നെ അല്ലാണ്ട് കുറച്ച് വിൻ്ററിലേക്കുള്ള ഡ്രസ്സ് മാത്രം എടുത്തതാണ്. അത്യാവശ്യം നല്ല പൈസ പൊട്ടിയായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ട് പോവാം. യെസ്, അങ്ങനെ ഫൈനലി റൂമെത്തി ഗൈസ്. വാട്ടെ ഒടുക്കത്തെ ടയറിങ് ഡേ ആയിരുന്നു. ഓ മൈ ഗോഡ്. രാവിലെ 9 മണിക്ക് പോയി. ഇപ്പം സമയം 7 മണി. 7 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ പ്രിമാർക്കിൽ നിന്ന് മേടിച്ചത്. ഇത് മറ്റേ കുബേരനിലെ ദിലീപ് ഇടുന്ന പോലത്തെ ഒരു കോട്ടാണ്. വിൻ്ററിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഒരു ബാഗ്, അത് ഇട്ട ഡ്രസ്സ് ഇടാനുള്ളത്, സോക്സ്, 2 കോട്ട് സെറ്റ്. ഇത് 2 കോട്ട് സെറ്റ്. ഇത് ഇന്നർ വെയർ. പിന്നെ 2 ജീൻസ്, ടീഷർട്ട്, പുള്ളോവർ. ഇത് റൂമിൽ വയ്ക്കുന്നൊരു ഫ്രാഗ്രൻസ്. ഇതാണ് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചത്. ഇതൊരു വിൻ്റർ ഷൂ ആണ്, വാട്ടർ പ്രൂഫ് വിൻ്റർ ഷൂ. ഒരു വിൻ്റർ പാൻറ്റ്, ഒരു ഫ്ലീസ്. അത്രേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് മേടിച്ചത്. പിന്നെ ഒരു ജിം മാറ്റും കൂടെ മേടിച്ച്. യോഗ മാറ്റാണ് മേടിക്കാൻ പോയത്, പക്ഷേ ഇതാണ് ഞാൻ എടുത്തത്.
ഇത്രയും സാധനങ്ങളാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ചൂസ്.